ഹായ് ഹലോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നഴ്സിംഗ് അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പേരൻസ് എല്ലാം വളരെ ടെൻഷൻ ആയിട്ട് ഓടി പാഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേനും ഒത്തിരി പേരൻസ് അയൽക്കത്തുള്ള ബന്ധുക്കളൊക്കെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത് കാണുന്നവർക്ക് അത് ഇൻഫർമേഷൻ ലഭിക്കുമല്ലോ. പിന്നെ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നഴ്സിംഗ് ഞാൻ പഠിക്കുമ്പോഴൊന്നും അത് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒത്തിരി മീഡിയാസൊക്കെ ഉണ്ട്. ഇപ്പോൾ 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 30 വർഷം കഴിഞ്ഞു. അപ്പോൾ 1990 നഴ്സിംഗ് പാസ്സായതാണ്. അപ്പോൾ അതൊന്നും ഈ ഡിപ്ലോമയാണ് ഡിഗ്രിയാണ് എന്നുള്ള വ്യത്യാസങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടെ പറയുവാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനൊരു 10 വർഷമായിട്ട് ടീച്ചിങ്ങിലുണ്ട്. അതുപോലെ 20 വർഷത്തോളം ഇന്ത്യക്കകത്തും പുറത്തൊക്കെ സ്റ്റാഫ് നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM 3 ഇയർ കോഴ്സ്, അതുപോലെ BSc നഴ്സിംഗ് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് 4 ഇയേഴ്സ് കോഴ്സ്. അത് ആ 2 കോഴ്സുകളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ GNM പഠിച്ച സ്റ്റുഡൻസിന് ഡിപ്ലോമ മറ്റ് ഡിഗ്രിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ബേസിക് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ഇയർ കോഴ്സും കൂടി ഉണ്ട്. അപ്പോൾ അത് എല്ലാ കോളേജുകളിലും തന്നെയുണ്ട്. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത +2 സയൻസ് പഠിക്കാത്ത സ്റ്റുഡൻസ് വിഷമം വേണ്ട. അവർക്ക് നഴ്സിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ GNM പഠിച്ചിട്ട് പിന്നെ BSc പഠിച്ചാൽ മതി. അപ്പോൾ അത് ഡിഗ്രി കോഴ്സായിട്ട് എടുക്കുകയും ചെയ്യാൻ പറ്റും. കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ച് പറയാം. അതായത് നഴ്സിംഗ് അഡ്മിഷൻസ് LBS ത്രൂ ആണ് നടക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ അഡ്മിഷൻസും LBS സെൻറ്റർ വഴിയായിട്ടാണ് നഴ്സിംഗ് അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ LBS എന്ന് പറഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് എൻ്റെ ഫുൾ ഫോം. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് നടത്തുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് LBS വഴിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഒരേ ലിങ്കിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളിലേക്കും ഒരേ ലിങ്കിൽ കൂടെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വഴിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് LBS എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ലിങ്ക് ഓപ്പൺ ആയി കാണില്ല, ഇന്നും ഓപ്പൺ ആയിട്ടില്ല. ഏപ്രിൽ കഴിഞ്ഞ് മെയ് പകുതിയോടുകൂടിയാണ് സാധാരണ ആ ലിങ്ക് ഓപ്പൺ ആവാറ്. ഓപ്പൺ ആയാൽ ഉടനെ നിങ്ങൾ ആ സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ LBS സെൻറ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അല്ലാന്നുണ്ടെങ്കിൽ LBS center.kerala.gov.in എന്ന് പറയുന്ന ആ ഒരു ID ടൈപ്പ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആകും. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്നുള്ള ഹെഡിങ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഇത് ഓപ്പൺ ആയി വരും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻസ്, അതായത് പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഫില്ല് ചെയ്യുക. അതുകൂടാതെ അതിൻ്റെ അകത്തേക്ക് വേണ്ടത് ഇത് +2ൻ്റെ 10th മാർക്സ്, ID പ്രൂഫ്, ഫോട്ടോ അങ്ങനെയുള്ളതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് കോപ്പി റെഡിയാക്കുന്ന ഒരു സിഗ്നേച്ചറും സോഫ്റ്റ് കോപ്പി റെഡിയാക്കി ഇത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇട്ടിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീസ് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ ഫീസ് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം 500 to 1000 ഇടയ്ക്കുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് UPI ആപ്പ് വഴിയായിട്ട് ഏതെങ്കിലും ഗൂഗിൾ പേയോ ഫോൺ പേ വഴിയായിട്ട് നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് നടത്താം. പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് ജൂൺ മന്തോട് കൂടിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് കൗൺസിലിംഗ് സെഷൻ. പിന്നെ ഓരോ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അലോട്ട്മെൻറ്റുകളാണ്. അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് 3 അലോട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഈ 3 എണ്ണത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ അവസാനത്തോട് കൂടിയിട്ട് വരും. പിന്നെ ഓഗസ്റ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. ഓഗസ്റ്റ് എൻഡ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റും വരും. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേനും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷനാണ്. അത് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇങ്ങനെയാണ് കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്ന് വെച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് അപ്ലോഡ് ചെയ്യുക. നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാമെന്ന് നോക്കാം. മറ്റുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടകയാണ് അല്പം ഒരു വ്യത്യസ്തമായ രീതിയിൽ എൻട്രൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഒരു 2-3 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഇപ്പോൾ അവർ എൻട്രൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിക്ക് മുമ്പ് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നില്ല നഴ്സിംഗ് അഡ്മിഷന്. അപ്പോൾ
അപ്പോൾ കർണാടകയിൽ ഉള്ള ഡീംഡ് കോളേജുകൾക്കിടെ എൻട്രൻസ് എക്സാം അവരുടേതായ എൻട്രൻസ് എക്സാം ഉണ്ട്. അത് ജനുവരി ഫെബ്രുവരിയോട് കൂടിയൊക്കെ അവർ ആപ്ലിക്കേഷൻസ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ എൻട്രൻസ് എക്സാമും ഇപ്പോൾ നടത്തിയിട്ടുണ്ടാവില്ല, ഏപ്രിലോടുകൂടി അവരുടെ എക്സാം നടക്കും എൻട്രൻസ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് KCET പോയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. എക്സാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ സെൻറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴിയായിട്ട് ഇൻഫർമേഷൻസ് വരും. അത് കഴിഞ്ഞ് അവിടുത്തെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, നമുക്ക് ഒത്തിരി മാർക്സും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ആ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കമ്പൽസറി ആയിട്ടുള്ള അഡ്മിഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോളേജുകളിൽ പോയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് ഇത് എടുക്കാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ അവിടെ മാനേജ്മെൻറ്റ് സീറ്റുകൾ ധാരാളമുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റുകൾ മിക്ക കോളേജുകളിലും മാനേജ്മെൻറ്റ് സീറ്റ് ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഇത് സീറ്റുകൾ എടുക്കാവുന്നതാണ്. പിന്നെ അത് ഏജൻറ്റ് ത്രൂ ആണ് മിക്ക കോളേജുകളിലും. അത് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇൻറ്റേർണലി നടക്കുന്നുണ്ട്. ഞാൻ 5 വർഷമായിട്ട് അവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോളേജുകളിൽ കുറേ ഏറെ അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഏജൻറ്റ് ത്രൂ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്, ഡൊണേഷൻസ് എടുക്കുന്നുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റുകളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അഥവാ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അഡ്മിഷൻ എടുക്കാം. പിന്നെ മാർക്സിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ 60 അബവ് ഉള്ളവർക്കൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടും. അതിൽ താഴെ ഉള്ളവർക്കും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എടുക്കുന്നില്ല, അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, അവിടെ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. അവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം. ക്ലാസ്സുകൾ യൂഷ്വലി പണ്ടൊക്കെ August 1 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആയിട്ട് കൊറോണയുടെ ടൈം വന്നതോടുകൂടി കുറേ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ടൈമും കാര്യങ്ങളൊക്കെ അവർ ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത്, കർണാടകയിലാണ് നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്നുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ വെബ്സൈറ്റ് എടുത്ത് ആ കോളേജിൻ്റെ പേര് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിറ്റഡ് കോളേജസ്, നഴ്സിംഗ് കോളേജസ് എന്ന് പറഞ്ഞ് കൊടുത്തതിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. കാരണം ഒത്തിരി ഫേക്ക് കോളേജുകൾ കർണാടകയിലുണ്ട്. അതുപോലെ ഓരോ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പോകാൻ പോകുന്ന കോളേജിന് ഒരു പേരൻറ്റ് ഹോസ്പിറ്റൽ, അതായത് അവരുടെ മാത്രമുള്ളൊരു ഹോസ്പിറ്റലുള്ള കോളേജാണോ എന്ന് നോക്കണം. അത് കമ്പൽസറി ആണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്കിടെ മാത്രമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ വേണം. അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ അന്വേഷിച്ചിട്ടേ പോകാവുള്ളൂ, അഡ്മിഷന് പോകാവുള്ളൂ. വളരെയധികം ഒത്തിരിയേറെ കോളേജുകൾ അവിടെ ഫേക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നഴ്സിങ്ങിന് പോവുക, പഠിക്കുക, വിദേശത്ത് പോവുക, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക.